ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. നിലമ്പൂരിലെ കോൺഗ്രസിന്റെ വിജയം ആഘോഷമാക്കി ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. ഇന്ന് നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. അതെല്ലാം കാണിക്കുന്നത് ഈ കേരളത്തിൽ നടമാടുന്ന അനീതിക്കും അക്രമത്തിനും വിലക്കയറ്റത്തിനും അങ്ങനെ ഒരുപാട് പിണറായിസത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇന്ന് നിലമ്പൂരിൽ കണ്ടത്. ഇത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആളിക്കത്തിക്കൊണ്ട് UDF മുഴുവൻ തലങ്ങളിലും വിജയിക്കുന്നതിനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ വിജയം നമുക്ക് കാണാൻ കഴിയുന്നത്. പിണറായിസം അവസാനിപ്പിച്ചാലേ ഈ കേരളം സംസ്ഥാനം രക്ഷപ്പെടുകയുള്ളൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. അവിടുത്തെ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾക്കും ചേലക്കരയുടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതാക്കളുടെയും നന്ദി അറിയിക്കുകയാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഭാരത്. ചേലക്കരയിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ, TM കൃഷ്ണൻ, KP ഷാജി, സന്തോഷ് ചെറിയാൻ, A അസനാർ, K രാധാകൃഷ്ണൻ, ഗോപൻ നമ്പിയത്ത്, PA അച്ചൻകുഞ്ഞ്, ഗീത ഉണ്ണികൃഷ്ണൻ, സത്യൻ KK, OM മുഹമ്മദ്, VK നിർമ്മല, പ്രദീപ് നമ്പ്യാത്ത്, PA കേശവൻകുട്ടി, KR രഘുനാഥ്, സുഗു മണ്ണംപറമ്പിൽ, രാധാകൃഷ്ണൻ പുലാക്കോട്, ലിൻഡോ ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.